യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ പേരെ നമ്മുടെ തിരുഹൃദയ വണക്കത്തിലും കഴിഞ്ഞ മാസം ഈ മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസത്തിലും പിന്നെ എല്ലാ ഞായറാഴ്ചയും അഭിനന്ദ പിതാവിൻ്റെ കുർബാന നടക്കുമ്പോൾ കുർബാനയുടെയും ഒക്കെ ഉടമ്പടി ആരാധനയൊക്കെ ജനങ്ങളെ കൃപാസനത്തിലേക്ക് അവരുടെ ജീവിത വേദനകളും വിഷമതകളും പറഞ്ഞ് പ്രാർത്ഥനാ സഹായം സമർപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയാണ് ഞങ്ങളിപ്പോഴേ ഓർക്കുന്നത്. ഈ പ്രാർത്ഥനയിലും ആരാധനയിലും ഈശോ ദിവ്യകാരുണ്യമേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവർ എൻ്റെ ഇടയ്ക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, വിശന്ന് വരഞ്ഞ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയോടെ അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്ത കർത്താവേ, ഞങ്ങളുടെ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളെയും കരുണയോടെ കടാക്ഷിക്കുന്നവനെ, അനേകായിരങ്ങളെയും കോടികളെയും ഓരോ ദിവസവും കാലവും നീ സന്ധിക്കുന്നവനെ, നിന്റെ സന്ധിപ്പിൻ്റെ വരതുകര ഇവ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ കണ്ണിൽ തുടക്കുന്നതിന് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗികളെ ഇപ്പോഴേ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾ പലരും ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പൂട്ടപ്പെട്ടിരിക്കുന്ന കൃപാസന വാതിക്കൽ വന്ന് അമ്മയെ പുറത്തു നിന്ന് കണ്ടിട്ട് പോകും. അവർ ആശുപത്രിയിലേക്കൊക്കെ പോകുന്നവരായിരിക്കും. പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്നവരുടെ കൂടെ അങ്ങനെയുള്ളവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുക. കൃപാസനം ഒന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ അമ്മയുടെ സന്നിധാനത്ത് എത്തിച്ചേരാമായിരുന്നല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നവരും അവിടെ മെസ്സേജ് ഇടുന്നുണ്ട്. അവിടെ കണ്ണുനീരും ഞങ്ങൾ ആരാധനയ്ക്ക് വയ്ക്കുന്നു.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ലോകം മുഴുവനും ഓരോരോ പ്രയാസങ്ങളിലെ അഭയം പ്രാപിച്ച് പ്രാർത്ഥനാ സഹായത്തിനായി അപേക്ഷിച്ചിരിക്കുന്നവരുടെ വിവിധങ്ങളായ ജീവിത സമ്മർദ്ദങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ സ്പർശിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ സന്തോഷിപ്പിക്കണമേ, സാക്ഷികളാക്കി മാറ്റണമേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സംരംഭങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞതല്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നതാണ്. സംരംഭകർ പലരും ഈ ആരാധന ഇപ്പോൾ കൂടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. സംരംഭകരെന്ന് പറയുന്നത് ഓരോരോ ജീവിത മാർഗങ്ങളില്ലേ, അതാണ് അതിനുവേണ്ടി ഉദ്യമങ്ങൾ നടത്തുന്നവരെ, അവിടെ പദ്ധതികൾ, ജീവിതമാർഗത്തിൻ്റെ പദ്ധതികൾ, ചിലപ്പോൾ തൊഴിൽ പദ്ധതിയാകാം. അതിനോട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ സാമ്പത്തിക വിഷമത്തിൽ വിഷമിക്കുന്നവരുണ്ടാകാം, സാങ്കേതിക നിയമക്കുരുക്കി ചെന്ന് ചാടിയിട്ടുള്ളവരുണ്ടാകാം, ചിലപ്പോൾ കേസ് കൊടുത്തിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ടാകാം. ഇങ്ങനെ എല്ലാ സംരംഭകരെയും അച്ഛൻ ഈ പരിശുദ്ധമ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്ര കർത്താവേ, സംരംഭകരെ അങ്ങയുടെ തിരുസന്നിധിയിൽ അവിടെ ഉദ്യമങ്ങളെ വഴിമുട്ടി അവിടെ കഴിവുകൊണ്ട് നടക്കാത്ത ഒരു വഴിമുട്ടി നിൽക്കുന്ന എല്ലാവരുടെയും കർത്താവിൻ്റെ കരുത്ത് പ്രവർത്തിക്കട്ടെ. അതിൻ്റെ ഭീമാകരമായ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തുതി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനില, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 18 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ കോളേജിൽ കഴിഞ്ഞ് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മനി പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു. 2022 ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്ന് 2023 ഞാൻ ജർമ്മൻ 4 മൊഡ്യൂളും പാസ്സായി ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു. അങ്ങനെ 3 മാസം കൊണ്ട് ശരിയായി പോവാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 4 മാസമായിട്ടും എൻ്റെ പേപ്പർ വർക്കുകളൊന്നും നീങ്ങണതിനെ പറ്റി ഒന്നും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ആ ഏജൻസിയിൽ നിർത്തി. ഞങ്ങൾ പൈസ തിരിച്ചു വാങ്ങി ഏപ്രിലിൽ രണ്ടാമതൊരു ഏജൻസിയിൽ കൊടുത്തു. ആ ഏജൻസിയിൽ കൊടുത്ത വഴി തന്നെ എനിക്ക് ജർമ്മനിയിലുള്ള ഒരു വേറെ ഏജൻസിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വേഗം പാസ്സായി. പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂവും വന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അനില ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺട്രാക്റ്റ് വരും. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കോൺട്രാക്റ്റ് വരാണ്ടായപ്പോൾ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അനില സെലക്ട് ആയിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ
പോകാൻ പറ്റും, അപ്പോൾ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും കോൺട്രാക്റ്റ് വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഒരു ധ്യാന കേന്ദ്രം അങ്ങനെ ഒരു എന്താണ് കൃപാസനത്തിൽ നടക്കണത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. സാധാരണ പോലത്തെ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ടില്ല, പിന്നെ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അന്ന് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോണ കാര്യങ്ങൾ ശരിയായ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായിട്ട് പിന്നെയും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള ഏജൻസിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ക്ലിനിക്കുകാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ എടുക്കുന്നില്ല, എന്നോട് വേറെ നോക്കിക്കോളാൻ പറഞ്ഞു. എൻ്റെ സോറി പറഞ്ഞു അവരെന്നോട്. അപ്പോൾ 2 ഏജൻസിയിൽ കൊടുത്തിട്ട് ഒന്നും ശരിയാവാണ്ട് ആകെ വിഷമമായി. അങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വന്ന് ഞാൻ 2024 ഓഗസ്റ്റ് 18 ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത 90 ദിവസം കൊണ്ട് എൻ്റെ കാര്യം സാധിക്കും. അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറിക്കഴിയുമ്പോൾ നമ്മൾ മരുന്ന് നിർത്തണ പോലെ എൻ്റെ കാര്യം 90 ദിവസം കൊണ്ട് സാധിച്ച് കിട്ടിയിട്ട് ഉടമ്പടി നിർത്താം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പേപ്പറൊക്കെ കൊടുക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മടിയായിരുന്നു ആദ്യം. അങ്ങനെ എനിക്ക് സെയിം ഏജൻസിയിൽ തന്നെ എനിക്ക് പിന്നെയും ഒരു വേറെ എംപ്ലോയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ പറഞ്ഞു പിന്നെയും സെലക്ട് ആയിട്ടുണ്ട്, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവാണ്ട് 2024 ജനുവരിയിൽ എനിക്ക് പിന്നെയും അവരൊരു സെയിം കഴിഞ്ഞ പോലത്തെ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവർക്കും കൊണ്ടുപോയി പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ട് കൊടുത്ത 3 ഏജൻസിയിൽ നിന്നും എനിക്ക് എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങാണ്ട് ആകെ വിഷമായി. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്. അതിന് മുന്നേ എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ മടിയായിരുന്നു, വലിയ വീഡിയോസ് ഇരുന്ന് കാണല്ലോ. പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ വേറെ എന്തൊക്കെ യൂട്യൂബിലിരുന്ന് കാണുന്നു, സിനിമകളായിട്ടും അങ്ങനെ കുറേ മണിക്കൂറുകളുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കണില്ലല്ലോ എന്നോർത്ത് ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലുള്ള കുറവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് തിരുത്താനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് സാക്ഷ്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ തിരുത്താൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസി വഴി ഒന്നും അല്ലാണ്ട് നേരിട്ട് ജർമ്മനിയിൽ നിന്നുള്ളൊരു ക്ലിനിക്കുകാർ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ നടന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അവരെൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ് എൻ്റെ പേപ്പർ വർക്കുകൾ വേഗം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ തിരുത്തി തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയെ ഒരുപാട് നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് അവിടെ നിന്ന് എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. മുന്നുള്ള 3 ഏജൻസിക്കാർ എന്ത് ചോദിച്ചാലും അവരത് പറഞ്ഞു തരില്ലായിരുന്നു. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നിട്ടും അവർ അപ്ഡേറ്റ്സ് പിന്നെ പറയാമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും തരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നേരിട്ട് ക്ലിനിക്ക് വഴി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും അതിന് ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ പോയാലും മറുപടി കിട്ടുമായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നം വന്നത്. എൻ്റെ ജർമ്മൻ B2 എക്സാം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് 1 വർഷത്തിന് മേളിൽ B2 ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്കൊക്കെ എംബസിയിൽ നിന്ന് റിജക്ഷൻ കിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം ആവാൻ പോണു. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വന്നു. ആകെ വിഷമായി. എല്ലാ വഴിയും അടഞ്ഞിരുന്നു, ഒരു വഴി തുറന്നു വന്നു. അത് ശരിയായി വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്ന് അങ്ങനെ പ്രശ്നമായിട്ടിരുന്ന് ആകെ സങ്കടമായി. അപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു സാരില്ല നമുക്ക് വെച്ച് നോക്കാം, നല്ലോണം പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിലുമുള്ള ഉറപ്പിൽ അവർക്ക് ഞാൻ കൊടുത്തു. അവരുടെ തീരുമാനം എന്താണോ, എനിക്ക് എംബസിയുടെ തീരുമാനമല്ല അറിയേണ്ടത്, അവരുടെ തീരുമാനം എന്താണ്, ഈശോയും മാതാവ് എനിക്ക് എന്താണോ തരാൻ തീരുമാനിച്ചേക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഞാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 പേപ്പറും കൂടി അവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ്റിൽ നിന്ന് വരാനുണ്ടായിരുന്നു. ഒന്ന് ബെഷൈഡും ഒന്ന് പ്രീ അപ്രൂവലും. അപ്പോൾ പ്രീ അപ്രൂവൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെഷൈഡ് വരണമെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പേപ്പർ വർക്കുകളിനെ പറ്റി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8 തലേദിവസം 7 ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. നാളെ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാതാവ് ഈശോയിൽ നിന്ന് സമ്മാനം ചോദിച്ചു വായിക്കുമ്പോൾ എൻ്റെ പേപ്പർ വർക്ക് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നതിനുള്ളൊരു
ഒരു അപ്ഡേറ്റ്, എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് അവിടെ നിന്ന് വരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സെപ്റ്റംബർ 8 എൻ്റെ പേപ്പർ വർക്കുകൾ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് വന്ന മെസ്സേജ് എനിക്ക് എൻ്റെ എംപ്ലോയർ അയച്ചു തന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ നാളെ തിങ്കളാഴ്ച ജർമ്മനിയിലെ ഗവൺമെൻറ് ഓഫീസ് തുറക്കുമ്പോൾ എൻ്റെ ബെഷേഡിൻ്റെ പേപ്പർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് വൈകിട്ടാവുമ്പോഴേക്കും എൻ്റെ എംപ്ലോയർക്ക് ആ പേപ്പർ കിട്ടി എനിക്ക് അയച്ചു തരണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സമയം 11:30 അവിടെ എൻ്റെ ക്ലിനിക്ക് ഓപ്പൺ ആവണത്. അങ്ങനെ ഇവിടുത്തെ സമയം 11:45 എൻ്റെ എംപ്ലോയർ എനിക്ക് മെയിൽ ചെയ്തു, എൻ്റെ ബെഷൈഡ് കിട്ടിയെന്നും പറഞ്ഞ് എനിക്കത് ഫോർവേഡ് ചെയ്തു തന്നു. അപ്പോൾ ഫോർവേഡ് ചെയ്ത മെയിലിൽ എംപ്ലോയർക്ക് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എപ്പോഴാണ് ഇത് അയച്ചു കൊടുത്തതെന്നുള്ള ടൈമും ഡേറ്റുണ്ട്. അത് കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് എംപ്ലോയർക്ക് ഇത് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തത്. ജർമ്മനിയിൽ ഒരു അവധി ദിവസം ആരും ജോലി ചെയ്യാത്തതാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച. അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് എൻ്റെ ബെഷൈഡ് എൻ്റെ എംപ്ലോയർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത്. അതോടുകൂടി എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നെനിക്ക് ഉറപ്പായി. അങ്ങനെ അത് കിട്ടി. എൻ്റെ ലാസ്റ്റ് എനിക്ക് വരാനുള്ള പേപ്പർ പ്രീ അപ്രൂവൽ ആയിരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒപ്പം തന്നെ വെച്ച കുട്ടിക്ക്, സെയിം സ്ഥലത്തേക്ക് വെച്ച കുട്ടിക്ക് 3 മാസത്തായിട്ടും പ്രീ അപ്രൂവൽ വന്നില്ല. അപ്പോൾ എന്നോടും എൻ്റെ എംപ്ലോയർ പറഞ്ഞത് 3 മാസമൊക്കെ പിടിക്കും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 1.5 മാസം എത്തിയപ്പോഴേക്കും എൻ്റെ പ്രീ അപ്രൂവൽ ഇതുപോലെ ഒരു തിങ്കളാഴ്ച വന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യം ഒന്നും നടക്കാത്തതിൽ നിന്ന് എൻ്റെ മാതാവൻ ഇത്ര എത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എൻ്റെ പ്രീ അപ്രൂവൽ ഒരു തിങ്കളാഴ്ച വന്നു. ആ ഇടയ്ക്ക് ഇനി നേരെ വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു അടുത്ത പ്രോസസ്സ്. പക്ഷെ ആ സമയത്ത് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഏജൻറ്റ് വഴി കുറേ പൈസ കൊടുത്തൊക്കെയാണ് വിസയ്ക്ക് ഡേറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പ്രീ അപ്രൂവൽ വന്ന അന്ന് തന്നെ എംബസിക്ക് ഒരു മെയിൽ ചെയ്തു, എനിക്കിങ്ങനെ ഡേറ്റ് കിട്ടാനില്ല എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു. പക്ഷേ എംബസിയിൽ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഈ ടൈം കളയണ്ടല്ലോ എന്ന് ഓർത്ത് പൈസ കൊടുത്ത് തന്നെ ഡേറ്റ് എടുക്കാമെന്ന് വെച്ച് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ആളുടെ എൻ്റെ പേപ്പറുകൾ കൊടുത്തപ്പോഴേക്കും എനിക്ക് എംബസിയിൽ നിന്ന് മെയിൽ വന്നു, അനിലേക്ക് എന്ന് എവിടെ വെച്ച് എത്ര മണിക്കാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. എന്നോട് എൻ്റെ സൗകര്യം ചോദിച്ചു അവർ മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ എന്ന് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ അടുത്തുള്ള ഒരു ഡേറ്റായിട്ട് ഞാൻ 17-ാം തീയതി ഒക്ടോബർ 17 അതിൽ 7 എന്നുള്ള നമ്പറുള്ളതുകൊണ്ട് ഞാൻ ആ നമ്പർ നോക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് പ്രീ അപ്രൂവൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കിട്ടി. അതും 3 ദിവസത്തിനുള്ളിലുള്ള ഡേറ്റ് തന്നെ കിട്ടി. ഞാനങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് ഞാൻ പോയപ്പോഴേക്കും എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് 2 വർഷം കഴിഞ്ഞു. 1.5 വർഷം 1 വർഷം കഴിഞ്ഞവർക്ക് വരെ റിജക്ഷൻ എന്നോടത്ത് എൻ്റെ 2 വർഷം കഴിഞ്ഞു എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്. അപ്പം ഞാൻ മാതാവിനോട് ഈശോനോടും പറഞ്ഞു, എനിക്ക് ഇനി ഒരു മെറിറ്റും ഇല്ല, എനിക്ക് ഒരു യോഗ്യതയില്ല ഇത് കിട്ടാനായിട്ട്. കാരണം 1 വർഷം കഴിഞ്ഞവർക്ക് റിജക്ഷൻ ആയ സ്ഥിതിക്ക് 2 വർഷം കഴിഞ്ഞ് എനിക്ക് എന്ത് യോഗ്യതയുള്ള മാതാവെന്ന് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ വിട്ടു തന്നേക്കാം. അവിടുന്ന് എന്താണ് എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ച് വെച്ചേക്കണേ അതനുസരിച്ച് നടന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കാനാണെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവാണ്ട് ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്നത്തേക്ക് വേണം എന്നുള്ളതും തീരുമാനിക്കാൻ പറ്റാണ്ട് ആകെ എൻ്റെ വീട്ടുകാരും എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് 2 ആഴ്ച കൊണ്ട് വിസ വരേണ്ട എൻ്റെ വിസ 1 മാസം കഴിഞ്ഞിട്ടും വിസേനെ പറ്റി ഒരു അപ്ഡേറ്റും ഇല്ല. അങ്ങനെ എംബസിയിലേക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് വിസ റിജക്റ്റ് ആവണ, 1 വർഷം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് റിജക്റ്റ് ആവണ ആ അവസരത്തിലാണ് എൻ്റെ 2 വർഷം കഴിഞ്ഞ് എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ജർമ്മനിയിലേക്കുള്ള ജോബ് വിസ മാതാവ് ഈശോയും കൂടി അടിച്ചു തന്നത്. ഇതെനിക്ക് ഉറപ്പാണ്, എൻ്റെ യോഗ്യത കൊണ്ടല്ലാന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ ഇത് എംബസിക്കാർ അടിച്ചു തന്നതല്ലാന്നും എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് എംബസിക്കാരുടെ ക്രൈറ്റീരിയ വെച്ച് എനിക്ക് റിജക്ഷനാണ്. എംബസിക്കാരടിച്ച് എനിക്ക് റിജക്ഷനേ അടിക്കുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയത് എൻ്റെ വിസ അപ്രൂവലായി ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇന്നലെ എനിക്ക് വിസയുടെ കൊറിയർ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതും കൊണ്ട് പള്ളിയിൽ പോയിരുന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ കൊന്ത ചൊല്ലി എന്നിട്ടാണ് ഞാൻ പള്ളിയിൽ വെച്ചാണ് തുറന്ന് നോക്കിയത്. എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല. കാരണം അത്രത്തോളം എനിക്ക് യോഗ്യത ഇല്ലാത്ത എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് അത് മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്കത് നേടിത്തന്നതാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് അവിടെ അമ്മമാർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും. സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും, അവരുടെ നെഗമൊക്കെ വെട്ടി കൊടുക്കും, അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയും. പിന്നെ ഞാനും അമ്മയും കൂടി
പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെ കയ്യിൽ കൊടുത്തുവിടും വഴിയിലൊക്കെ ഇരിക്കണവർക്ക്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മാനസികമായിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ നിൽക്കുന്ന ഒരു മഠമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ച് 10-30 പേരോളം ഉണ്ട് അവിടെ. അപ്പോൾ അത്രയും പേർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രപ്രവർത്തനം. എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമൊക്കെ എനിക്ക് പേപ്പർ മേടിക്കുമ്പോൾ ഞാൻ പള്ളികളിലാണ് കൊണ്ടു കൊടുത്തിരുന്നത്. ഞങ്ങളുടെ പള്ളിയിലും വേറെ അടുത്തുള്ള പള്ളികളിലൊക്കെ കൊണ്ടു കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനം, പത്രപ്രവർത്തനം നന്നായിട്ട് നടത്തുന്നവർ അല്ലെങ്കിൽ ഈശോനെ പ്രഘോഷിക്കുന്നവരിലേക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ഈശോനെ അറിയുന്നവരുടെ ഇടയിലല്ല എൻ്റെ പത്രപ്രവർത്തനം നടത്തേണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ അത് പിന്നത്തെ മാസം തൊട്ട് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അതും പോരാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ തൊട്ട് ബസ് സ്റ്റാൻഡുകളിലായി കൊടുക്കൽ. ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈശോനെയും മാതാവിനെ പറ്റി അറിയാത്തവർക്ക്, കൃപാസനത്തെ പറ്റി അറിയാത്തവർക്ക് കൃപാസനത്തെ പറ്റി പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ചില കോളേജിൽ പഠിക്കുന്ന അക്രൈസ്തവരായ കുട്ടികളൊക്കെ എൻ്റെ പേപ്പർ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു കൊടുക്കാനുള്ള ഞാൻ കൊണ്ടു കൊടുക്കാൻ തീരുമാനിച്ച അന്ന് എനിക്ക് രാവിലെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എനിക്ക് പേപ്പർ കൊടുക്കാൻ പേടിയാവണം. എനിക്ക് നാണക്കേടല്ല തോന്നിയത്, പേടിയാണ്. ആരെങ്കിലും ചീത്ത പറയോ, പേപ്പർ കൊടുക്കാൻ ചീത്ത പറയോ എന്നുള്ള പേടിയായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ എന്തിനാ പേടിക്കണത്, എൻ്റെ കൂടെ മാതാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയാണല്ലോ, എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു മണം വരുന്നത്. അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ ചെടിക്ക് വലുതോ അങ്ങനെ ഒന്നുമല്ല, അതൊന്നും. ഞാൻ പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അവിടെ അകത്ത് റൂമുകളിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മാത്രം മണം കിട്ടണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിയാവണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിനക്കൊരു അടയാളം തന്നതാ മാതാവ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പന് കൃപാസനത്തിൽ അങ്ങനെ വലിയ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പം അപ്പനാണ് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് ഇത് പത്രം കൊടുക്കാനായിട്ട്. അപ്പൻ എന്നെ ബൈക്കിന് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കണവരെ അപ്പനും മണം കിട്ടി, എനിക്കും അപ്പനും നല്ല രീതിക്ക് മണം കിട്ടിയ. എൻ്റെ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, അപ്പനെ ആ മണം കിട്ടിയില്ല. അപ്പം തന്നെ അപ്പനെ അമ്മേനെയും കൊണ്ട് മാളയ്ക്ക് ഞങ്ങളുടെ അങ്ങാടിക്ക് പോയപ്പോൾ അപ്പൻ പറഞ്ഞു, അമ്മയ്ക്കും ആ മണം കിട്ടിയില്ല. അപ്പം അപ്പന് ആ വിശ്വാസം വർദ്ധിക്കാൻ, അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ കൂടെ വന്നപ്പോൾ അപ്പനും ആ ഒരു സുഗന്ധാഭിഷേകം കൊടുത്തത്. ഇത്രയാണ് ഞാൻ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും 5:30 കാണുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഈശോയും മാതാവും എൻ്റെ അസാധ്യ കാര്യങ്ങളെ സാധിച്ചെന്ന് ഈശോയ്ക്കും മാതാവും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും മാതാവിൽ നിന്നും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. എൻ്റെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 31 ആയിരുന്നു. ഞാനിപ്പോൾ 7ാമത്തെ തവണയാണ് പുതുക്കിയിട്ട് നിൽക്കുന്നത്. ഈ അൾത്താരയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അവിടെ നിൽക്കാനുള്ള എനിക്കൊരു കൃപ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ഒരുപാട് ലേറ്റായെന്നും എനിക്കറിയാം. അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു. ഒരു കണ്ണിന് ഓൾറെഡി കാഴ്ച തിരിച്ച് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു കണ്ണിന് സർജറി നടത്തി, അങ്ങനെ കുറച്ച് കാഴ്ചയുണ്ട്. അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോൾ ഇതുപോലെ കൃപാസനത്തിൽ പോകണം, അവിടെ ചെന്ന് നീ ഒരു ഉടമ്പടി എടുക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇവിടുത്തെ പത്രങ്ങൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ ഈ പത്രങ്ങൾ അവിടെ ടേബിളെ വായിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട്. അത് ഞാനെടുത്ത് വായിക്കുകയും ചെയ്യും. എനിക്കെന്തോ ഈ പത്രം കാണുമ്പോൾ ഒരു അട്രാക്ഷനായിരുന്നു എപ്പോഴും. അങ്ങനെയാണ് അമ്മ എന്നോടിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എൻ്റെ കയ്യിൽ ഈ പത്രം കിട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ടും എനിക്കതിന് പോകാനുള്ള ഒരു യോഗ്യത ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ അമ്മ പറഞ്ഞതിന് പ്രകാരം ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 21 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലോക്കിൽ നിന്ന് വസ്തു അനുവദിക്കുകയും അത് മേടിക്കാൻ കഴിയുകയും ചെയ്തു. അതിനു മുമ്പ് ഞാൻ എൻ്റെ വസ്തുവിൻ്റെ എഗ്രിമെൻ്റ് എഴുതുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അത് എനിക്ക് ജപമാല റാലിയെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ സ്വപ്നം കാണുന്നത് ഇങ്ങനെ റാലി പോകുന്നു. അപ്പോൾ അതിൽ ഈ ഇത്രോളം കൈയുള്ള വെള്ള ഉടുപ്പിട്ട ഡ്രസ്സ് ധരിച്ച അമ്മമാരുണ്ട്.
അക്കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ജപമാല റാലിയാണെന്ന്. അപ്പോൾ എന്നെ അത് റാലി കടന്നു പോകുമ്പോൾ എന്നെ കാണിക്കുന്നു ഒരു റൈറ്റിംഗ് ബോർഡിൽ ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് അതിൽ ജൂലൈ 15 എന്നുള്ള ഒരു ഡേറ്റ് എന്നെ കാണിക്കുന്നു. എനിക്ക് അന്നേരം എനിക്കത് അറിയില്ല ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. പിന്നീട് എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് ജൂലൈ 15 തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അതെൻ്റെ അമ്മ തന്നൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ 21 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി പൾമണറി എംബോളിസം അടിച്ച് അതിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ അമ്മയ്ക്ക് ശ്വാസമുട്ടൽ കൂടിയ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പം അവിടുന്ന് അമ്മയെ പെട്ടെന്ന് വണ്ടാനത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവർ അവിടെ അഡ്മിറ്റ് ചെയ്തു. പറഞ്ഞു പെട്ടെന്നൊന്ന്, അപ്പോൾ അമ്മയ്ക്ക് പ്ലൂറൽ ഇഫ്യൂഷൻ ആയിരുന്നു, ലങ്സ് മൊത്തം വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അമ്മ ഈ എംബോളിസം അടിച്ചതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇത് കുത്തിയെടുക്കാനുള്ള ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അമ്മ അവിടെ കിടന്ന്. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ ഒട്ടും കുറവില്ല. അമ്മയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. സംസാരിക്കുമ്പോൾ അമ്മ കണ്ണൂടെ തെള്ളി വരുമായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ എനിക്കിതിന് എന്തോ ഒരു വ്യക്തമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച, അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റണം, ഒന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് അമ്മയെ കൊണ്ടുപോകണം. പക്ഷേ അമ്മയെ വേറെടുത്തോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാമ്പത്തികമായിട്ടും ഒട്ടും എനിക്ക് അതിനൊരു കഴിവില്ല. എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ എന്തായാലും എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന മാഡത്തിനെ ഞാൻ വിളിച്ച് ഈ റിസൾട്ടെല്ലാം ഇട്ട് കൊടുത്ത്. അങ്ങനെ മാഡം പറഞ്ഞ്, മാഡം മെഡിസിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് കൊല്ലം. മാഡം പറഞ്ഞ് അമ്മയെ അങ്ങോട്ടും കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന ഉടനെ തന്നെ അവർ അമ്മയ്ക്ക് ആ ഫ്ലൂയിഡ് കുത്തിയെടുത്ത്. ആദ്യം 600 ml ഉണ്ടായിരുന്നു ഫ്ലൂയിഡ്. അവരത് 5 സ്റ്റഡിക്ക് വിട്ട്. അതിൽ 3 സ്റ്റഡി നോർമലായിരുന്നു, 2 എണ്ണം ഒന്ന് TB അല്ലെ ക്യാൻസർ എന്നുള്ളതായിരുന്നു. TB അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അതിന് മുന്നേ റെഫർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അവിടെ നമ്മുടെ സ്പ്യൂട്ടം ടെസ്റ്റ് ചെയ്യാൻ തന്നു വിട്ടായിരുന്നു. അതിലെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ട് അവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അവർ വിളിക്കാതെ വന്നപ്പോൾ എനിക്കറിയാം അമ്മയ്ക്ക് എന്താണ് അസുഖം എന്നുള്ളത്. ഈ ഒരു ഫീൽഡിലായപ്പം എനിക്കിതിൻ്റെ സിംറ്റംസ് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാൻ തളർന്നു പോയി. പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എൻ്റെ അമ്മയ്ക്കും അച്ഛനും 65 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യം കൂടി അല്ലയോ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചത്. അപ്പോൾ പിന്നെ ഇതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അവർ 2 പരിശോധനയ്ക്ക് വിട്ടതിൽ 1 CA ആണെന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പിന്നെ ഒന്നുകൂടെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ 2ാമത് അമ്മയ്ക്ക് പരിശോധനയ്ക്ക് എടുക്കണേ വീണ്ടും ഫ്ലൂയിഡ് കുത്തിയെടുക്കണം. പക്ഷേ അമ്മയുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ 2ാമതൊന്ന് കുത്തിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലാണ്. പിന്നെ അമ്മയുടെ പ്രായം, ഇതൊക്കെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കുത്തിയെടുക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്തെങ്കിലും അമ്മ നെഗറ്റീവ് ആണെന്ന് എനിക്കൊരു റിസൾട്ട് കിട്ടിയേ പറ്റൂ. കാരണം ലങ്സ് C ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ്, ഒരു വ്യക്തിയായാലും എന്താണ് എത്രത്തോളം വേദന അനുഭവിക്കുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, അമ്മ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പകരം എൻ്റെ ആയുസ് അമ്മയ്ക്ക് കൊടുത്തോണ്ട് എന്നെ അങ്ങ് എടുത്തോ, എനിക്കിത് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അമ്മയോട്. ഡോക്ടർ പിന്നെ 2ാമത് വിളിച്ചിട്ട് പറഞ്ഞു ലങ് പാനൽ ബ്ലഡ് വിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ അത് ചെയ്ത് നമ്മുടെ റിസൾട്ട് നെഗറ്റീവായിട്ടാണ് വന്നത്. എൻ്റെ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അന്നേരം ഡോക്ടർ പറഞ്ഞ് ഈ ക്യാൻസർ എന്നുള്ള ആദ്യം സ്ഥിരീകരിച്ചത് കൊണ്ട് അമ്മയ്ക്ക് ഒരു ചെറിയ രീതിയിൽ 2 കീമോ കൊടുക്കണം, ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കാമെന്ന് അമ്മ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അമ്മയെ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇതുപോലെ മുടിയൊന്നും കൊഴിഞ്ഞു പോകത്തില്ല, ഇതൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് എന്നോട് പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് പോലും അറിയില്ല. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ഞാൻ ടോക്കൺ എടുത്ത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്കൊരു കാശുരൂപം കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ സെയ്ത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് അച്ഛനെ കാണണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ 2ാമത് ബ്ലഡ് എടുത്തപ്പോഴാണ് നെഗറ്റീവ് എന്ന റിസൾട്ട് വന്നത്. അതുപോലെ ഈ എക്സ്റേ എടുക്കാൻ കയറ്റുമ്പോഴെല്ലാം അമ്മ ഈ അച്ഛൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു. അവർ സ്വർണ്ണമെല്ലാം ഊരിപ്പിക്കുമ്പോഴും അമ്മ ഇത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിക്കും.
എക്സ്റേ എടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആ മെഷീനിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ റിങ് പോലും മാറ്റത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ടാണ്. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ ആ എക്സ്റേ എടുക്കാനും കഴിഞ്ഞ് ലാസ്റ്റ് എക്സ്റേയിൽ അമ്മയുടെ ലങ്സ് ക്ലിയർ ആയിട്ടാണ് കിട്ടിയത്. ഒരു ഫ്ലൂയിഡ് കുത്തിയെടുക്കാനോ ഒന്നുമില്ലാത്ത രീതിയിൽ റിസൾട്ട് നെഗറ്റീവായിട്ടാണ്. പിന്നെ അമ്മ പറഞ്ഞ് എനിക്ക് ഇനി ഒരു ട്രീറ്റ്മെൻറ്റും എനിക്ക് ചെയ്യണ്ട, ഇനി എനിക്ക് എന്തുണ്ടേലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാത്രം മാറ്റിത്തരുമെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പിന്നീട് അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും അമ്മ ചെയ്തിട്ടില്ല. അമ്മയാണിപ്പം ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്. ഇത്രയും അനുഗ്രഹം, ഇത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എനിക്കൊരു അടിസ്ഥാനമില്ലായിരുന്നു അതെനിക്ക് തന്നതും പിന്നെ എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തന്നതും. അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമ്പം ഞങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ട് കൊടുക്കുന്നത്. ആദ്യമൊക്കെ എനിക്കങ്ങ് ഭയങ്കര മടിയായിരുന്നു പത്രം കൊടുക്കാൻ. അങ്ങനെ ഞാൻ പത്രം കൊണ്ട് കൊടുത്താലും ഒരു ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കത്തില്ല. എന്തോ ഒരു വിഷമം കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോരാൻ നോക്കും. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തിട്ട് വന്നപ്പോൾ ഒരു കടയിൽ ഞാനൊരു മാസ്കിന് കയറിയപ്പം അവിടെ അമ്മയുടെ 2 കെട്ട് പത്രം ഇരിക്കുന്നു. അപ്പോൾ അതിന് മുൻപേ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു. ഇങ്ങനെ ഒരു മകൾ പറയുന്നു ഇങ്ങനെ പോയപ്പോൾ അവിടെ പത്രം ഇരിക്കുന്നതുകൊണ്ട് അതും കൂടെ എടുത്തു കൊടുത്തെന്ന്. അപ്പോൾ എനിക്ക് മടി പിടിച്ചത് കൊണ്ട് എനിക്ക് അമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടത്. അത് എനിക്ക് ആ മടി മാറാൻ. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം അത് എടുക്കാതെ അങ്ങ് പോയി. പിറ്റേ ദിവസം വന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ ആ കൊടുക്കുന്നതിന് 2-3-4 മാസത്തിന് മുമ്പുള്ള പത്രമായിരുന്നു. എങ്കിൽ പോലും അത് പൊടി പിടിച്ച് നനഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. ഞാനത് തട്ടിക്കുടഞ്ഞ് അത് ഞാൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ എനിക്ക് അങ്ങനെ ഒരു മടി ഉണ്ടായിട്ടില്ല. എപ്പം കൊടുക്കാൻ പോയാലും ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും. ഞാൻ ആദ്യം ഡയാലിസിസ് യൂണിറ്റിൽ കയറും. അതുപോലെ രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രെഡിനകത്ത് ഈ പത്രം കൂടെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് അച്ഛനെ പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അവിടെ നിൽക്കുന്നവരെല്ലാവരും എത്രയോ വേദനകൾ അനുഭവിക്കുന്നു, ഞാനും ഇത് അനുഭവിച്ചവളാണ്. അവർക്ക് ഈ ഒരു പത്രം കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും അമ്മയുടെ അത്ഭുതങ്ങൾ കണ്ട് അവർക്ക് സൗഖ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു ദിവസമെങ്കിലും ഈ ആശുപത്രിയിൽ പോകുമ്പോൾ ഒരാളോടെങ്കിലും ഈശോയും അമ്മയും പറ്റി മഹത്വം പറയാൻ എനിക്കൊരു അവസരം എനിക്ക് തരണം. അതുകൊണ്ട് ഒരാളോടെങ്കിലും എനിക്ക് പറയാനൊരു അവസരം അങ്ങനെ കിട്ടിയിട്ടുകൊണ്ട് എന്നാൽ അറിയാവുന്നത്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ ദിവസവും ജപമാല പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയും അതുപോലെ രാവിലെ വൈകിട്ടും ജപമാല പ്രാർത്ഥിക്കും. അമ്മ ബൈബിള് വായിക്കും. എനിക്ക് ആദ്യമൊന്നും ബൈബിള് വായിക്കാൻ അറിയില്ലായിരുന്നു. എങ്കിലും ഞാനും ഇപ്പം ദിവസവും വായിക്കും. ഒറ്റ ദിവസം പോലും ഞാൻ മുടങ്ങാറില്ലെങ്കിലും ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ ജപമാല പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എങ്കിലും മാക്സിമം ഞാനത് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. ഇത്രയും പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഓൾഡ് ഏജ് ഹോമുണ്ട്. എൻ്റെ കൂടെ ഞാനൊരു നേഴ്സാണ് വർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് അവർക്ക് ഒരു ദിവസത്തെ ഫുഡ് ചെയ്തിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം കൊടുക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉള്ളിടത്ത് അവിടെ പോയി ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതിച്ചോറുണ്ടാക്കി ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലാവുന്ന ഒരു 10 രൂപ ഉള്ളെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് കൊടുക്കും. എനിക്കില്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. ഇനിയും അങ്ങോട്ട് ഞാൻ 7ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയിട്ട് നിൽക്കുന്നത്. എനിക്ക് ഇനിയും പുതുക്കണം. ഇനിയും എൻ്റെ മരണം വരെയും ഞാൻ ഇനി എപ്പോഴും എൻ്റെ അമ്മയുടെ ഈശോയുടെ ഒപ്പം കൂടെ തന്നെ എന്നെയും കൂട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയൊക്കെ തന്ന അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 കോടി നന്ദി ഞാൻ പറയുന്നു.